നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പുത്തൂർ പഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. BJP തൃശൂർ സിറ്റി ഓണപ്പെരുമ 2025 പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ പുത്തൻകാട് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ പെൻഷനും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി സ്വാഗതം ആശംസിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ്, AICC അംഗം ഗോവിന്ദൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MP സജീവൻ, KN സജീവൻ, മിനി വിനോദ്, KN ഗോവിന്ദൻകുട്ടി, TN നമ്പീശൻ, CR രാധാകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവസി, DCC സെക്രട്ടറിമാർ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഒരു സമീപനമാണ് ഇന്ന് പിണറായി സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓണക്കാലമാണ്. ഈ ഓണത്ത് ഏതൊരു പട്ടിണിയിലും വറുതിയിലും അത്രയേറെ കഷ്ടപ്പാടുണ്ടെങ്കിലും എല്ലാ മലയാളിയും ഏക മനസ്സോടുകൂടി ആഘോഷിക്കുന്ന അവന്റെ വൈകാരികമായ വികാരപരമായ ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്നുള്ളത്. ഒരു വിഭാഗത്തിന്റെയും ഒരു ഉത്സവമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ഒരു ഉത്സവമായിട്ടാണ് ഇന്ന് ഓണത്തെ കണക്കാക്കുന്നത്. ആ ഓണം ആഘോഷിക്കേണ്ട മലയാളികളിൽപ്പെട്ട നമ്മുടെ ജില്ലയിലെ കർഷകർ ഇന്ന് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യ സമരം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓണം നന്നായി ആഘോഷിക്കേണ്ട കർഷകർ ഇന്ന് പട്ടിണിയിലും വറുതിയിലുമായിരിക്കുന്നു. അവർക്ക് ഒരു വർഷക്കാലമായി സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നില്ല എന്നുള്ളതാണ്. നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ലോണായി നൽകുന്ന സംഖ്യയിൽ യഥാസമയം സർക്കാർ പണമടയ്ക്കാത്തതിന്റെ പേരിൽ അവരുടെ സിബിൽ സ്കോർ താഴുകയും അവർക്ക് മറ്റൊരു ബാങ്കിൽ നിന്നും അവരുടെ മക്കളുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠന സംബന്ധമായ ആവശ്യത്തിനോ വീട് വെക്കുന്നതിനോ വിവാഹ ആവശ്യങ്ങൾക്കോ ഒന്നിനും ഇന്നൊരു ലോൺ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ കർഷകരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികൾക്ക് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തി. എല്ലാ ജീവനക്കാർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, സജിത് PS, പഞ്ചായത്ത് സെക്രട്ടറി സജിത TB, മുൻ സെക്രട്ടറി അരുൺ T ജോൺ, പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു.
ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ ഓണപ്പെരുമ 2025 പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോപകുമാർ, മേഖലാ പ്രസിഡന്റ് എ നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി.കെ. ബാബു, അഡ്വക്കേറ്റ് കെ.ആർ. ഹരി, മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യർ പള്ളൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ട്രോഫികൾ നൽകി. പൂക്കള മത്സരം, വടംവലി മത്സരം, തിരുവാതിരക്കളി എന്നിവ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ വി ആതിര, പൂർണിമ സുരേഷ്, സജിനി മുരളി, ദിനേശ് കുമാർ കരിപ്പേരിൽ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്രയിൽ ഗൃഹസമ്പർക്കത്തിന് തുടക്കം കുറിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തേണ്ട ഗൃഹസമ്പർക്ക പരിപാടി കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.എച്ച്. ആദന്റെ ഭവനത്തിൽ അദ്ദേഹത്തിന് കൂപ്പൺ നൽകി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട്, എൻ.എം. വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, എ.എ. ബഷീർ, കെ.സി. സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. എ.ബി. ആഷിഖ്, കെ.ജെ. അജോൺ, എ.ബി. സഞ്ജയ്, പി.ജെ. ഷാരോൺ, ടി.സി. ചാക്കോ, എ.ടി. ബിജു, ബേബി തോമസ്, ലൂയിസ് പാണങ്ങാടൻ, ജോസഫ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ മുഴുവൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഗ്രഹസമ്പർക്കത്തിന്റെ ഭാഗമായിട്ടാണ് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനത്തിന് തുടക്കം കുറിക്കുന്നത്. കരിമത്ര വാർഡിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ആദനക്കാട് ഭവനത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, രാജ്യം ഭരിക്കുന്ന ഭരണകൂട ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെയും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ പ്രദേശത്തെ വികസന മുരടിപ്പ്, ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ ദ്രോഹങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി ഈ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കലും ഈ ഭരണവിരുദ്ധ സാഹചര്യങ്ങള്, ഭരണത്തിനെതിരെ ജനം പൊറുതിമുട്ടിയ അവസ്ഥ എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കൂപ്പണുമായിട്ടാണ് വീടുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഭവന സന്ദർശനം
നടത്തുന്നത്. തീർച്ചയായും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കും എന്നതിന് ഉള്ള തുടക്കം കൂടിയാണ് ഈ ഭവന സന്ദർശനം. നമുക്കറിയാം, രാജ്യം ഭരിക്കുന്ന ഭരണകൂട ഭീകരത എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ കൃത്രിമമായി ഭരണത്തിൽ വന്നതിനെതിരെ, വോട്ടർ കൊള്ളയ്ക്കെതിരെ രാജ്യം മുഴുവൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ തന്നെ ശ്രദ്ധയായിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ പോരാട്ടങ്ങൾക്കും കരിമത്ത് 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാർഷിക സർവകലാശാലയിലെ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം സർക്കാരിന്റെ ദുർഭരണം. ഫീസ് വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികളുടെ തലയിൽ ബാധ്യതകൾ കെട്ടിവെക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ABVP. സർവകലാശാലയിൽ ABVP പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അക്ഷയ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദേവദത്ത് സന്തോഷ്, പ്രണവ്, ജില്ലാ സമിതി അംഗം സാന്ദ്ര എന്നിവർ പങ്കെടുത്തു. തൊഴിലാളികളുടെ കണ്ണുനീരിന് പിണറായി സർക്കാർ വലിയ വില നൽകേണ്ടി വരുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTC-യുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമര പരമ്പരയുടെ ഭാഗമായി കളക്ടറേറ്റുകൾക്ക് മുന്നിൽ നടത്തുന്ന ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗ സർക്കാർ എന്ന് അഭിമാനം കൊള്ളുന്ന ഇടതു സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ക്രൂരതയാണ്. 17 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക, മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുക, ക്ഷേമനിധി ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് PG ബേബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വറീദ് ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സിജോ കടവിൽ, AD പത്രോസ്, ഷാജു ഇളവള്ളി, രമേശൻ ചിറ്റിലപ്പള്ളി, വിൽസൺ കൊന്നക്കുഴി തുടങ്ങിയവരും പ്രസംഗിച്ചു. എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, തൊഴിലാളികളുടെ കണ്ണുനീരിന് വലിയ വില പിണറായി സർക്കാർ നൽകേണ്ടി വരുമെന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ധർണ നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ 1990-ലാണ് ഈ ക്ഷേമനിധി ബോർഡ് സ്ഥാപിതമാണ്. 20 ലക്ഷം തൊഴിലാളികളാണ്. ഇതൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേമനിധി ബോർഡായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അത്രയും വലിയ ഒരു ക്ഷേമനിധി ബോർഡിനെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അപമാനകരമായ ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാക്കിയത് പിണറായിയുടെ സർക്കാർ. ഞാൻ ആലോചിച്ചു പോകുന്നു, 2016-ൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിൽ ഭരണമൊഴിയുമ്പോൾ 1100-ൽ പരം കോടി രൂപ ഈ ക്ഷേമനിധി ബോർഡിലുണ്ടായിരുന്നു. ഇന്ന് 1 രൂപ പോലും ഇല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണിത് സംഭവിച്ചത്? കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായിയുടെ സർക്കാരാണ്. എന്താണ് ഇവർ ഈ സംഖ്യ കൊണ്ട് ചെയ്തത്? ഇവിടെ സൂചിപ്പിച്ചു, 17 മാസമായി പെൻഷൻ ഇതിന്റെ കുടിശ്ശികയായി കിടക്കുകയാണ്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് ആർക്കും പെൻഷൻ ലഭിക്കുന്നില്ല. 1600 രൂപയാണ് പെൻഷൻ. അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ഈ പെൻഷൻ ബോർഡ് പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്ന നിരവധി ആനുകൂല്യങ്ങൾ ഇന്ന് ഇതിലെ തൊഴിലാളികൾക്ക് നിഷേധിക്കുകയാണ്. മാസം 50 രൂപ വെച്ച് അടയ്ക്കുകയാണ്. വെറുതെ സർക്കാർ തരുന്നതൊന്നല്ല. നിങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് ഓരോരുത്തരെയും, ഇതിലിരിക്കുന്നവരെ ഓരോരുത്തരുടെയും മുഖം നോക്കുമ്പോൾ നമുക്കറിയാം അവർ അനുഭവിക്കുന്ന ഇന്നത്തെ കഷ്ടപ്പാട്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, വളരെ വേദനയോടുകൂടിയാണ്. ഇതൊരു ഓണക്കാലമല്ലേ? ഓണക്കാലത്ത് ഏത് പട്ടിണിയിലും വറുതിയിലും എല്ലാം മറന്ന് മുന്നോട്ട് പോകുന്ന മലയാളി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അത്ര പോലും 1 രൂപയുടെ സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാസങ്ങളായി, വർഷങ്ങളായി, ഇപ്പോ 2023 മുതൽ ഇതിലെ പെൻഷൻ അപേക്ഷിച്ചവർക്ക് ഇതുവരെ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. സംസ്ഥാനത്ത് 20ഓളം ക്ഷേമനിധി ബോർഡുകളും ഇതെല്ലാം ഇന്ന് ബാധ്യതയിലാണ്. വലിയ കുടിശ്ശിക വന്നിരിക്കുകയാണ്. ആ കുടിശ്ശികയിലേക്കൊക്കെ കടന്നു നോക്കിയാൽ ഇനി വരുന്ന ഭരണകർത്താക്കൾ എങ്ങനെയാണിത് നിറവേറ്റുക എന്നുള്ളൊരു ചോദ്യമാണ്.
സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 95,000 കോടി രൂപയുടെ ബാധ്യത നിലനിൽക്കുകയാണ്. അതിനു പുറമെയാണ് ഇത്തരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകളിലൂടെ തൊഴിലാളികൾ അടച്ചുകൊണ്ടിരിക്കുന്ന വിഹിതത്തിൽ നിന്നും കൊടുക്കേണ്ട പെൻഷൻ തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കോടികളുടെ കുടിശ്ശിക. ഇപ്പോ ഈ ക്ഷേമനിധി ബോർഡിന് തന്നെ 1,500 കോടി രൂപ കുടിശ്ശികയായി കഴിഞ്ഞു. അപ്പൊ മറ്റുള്ള കുടിശ്ശികകൾ കൂടുമ്പോൾ ആയിരങ്ങളുടെ കുടിശ്ശികയാണ്, ആയിരങ്ങളുടെ കോടികൾ. അത്രയും വലിയൊരു കുടിശ്ശികയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ രാജ്യത്തെ പൌരന്മാരുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് NS മുഖ്യപ്രഭാഷണം നടത്തി. AV സുദർശൻ, MG രാജൻ, ഭാസ്കർ K മാധവൻ, ബേബി പാലിയോലിക്കൽ, സഫിയ നിഷാദ്, PV ഹരിദാസ് എന്നിവർ സംസാരിച്ചു. വെട്ടുക്കാട് സെന്റ് ജോസഫ് പള്ളിയുടെ പുത്തൻകാട് പരിശുദ്ധ ദൈവമാതാവിന്റെ കപ്പേളയിൽ 8 നോമ്പ് ആചരണത്തിന്റെയും ജനനത്തിരുനാളിന്റെയും കൊടിയേറ്റം നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് വെട്ടുക്കാട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തെങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ ജോർജ് ചാണ്ടി, ക്ലിൻ ബേബി, ബിജോ കുര്യൻ മണ്ണാമ്പറമ്പിൽ, ജിതിൻ ജോസ് തയ്യിൽ, തിരുനാൾ ജനറൽ കൺവീനർ ജോർജ് തൈക്കടപ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ ലോറൻസ് കണ്ണമ്പുഴ, ജോണി കിഴക്കേക്കര, ജോയ് പാനിക്കുളങ്ങര, ചാക്കോ നെല്ലിക്കൽ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 8-നാണ് തിരുനാൾ. അന്നേ ദിവസം കപ്പേളയിൽ ലതീഞ്ഞു നവേനയും ഉണ്ടായിരിക്കും. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. രാജ്യത്തെ പൌരന്മാരുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൂർ സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജോസഫ് പടമാടൻ, വിനീഷ് പ്ലാശ്ശേരി, ഗിരീഷ് തോപ്പിൽ, ബൈജു കൊടിയൻ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഒ ശോഭാചന്ദ്രൻ, ഷാജു തൊമ്മാന, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു സേതുമാധവൻ, അരോഷ് ടി എ, ജിനോ തമ്പി, ജയചന്ദ്രൻ എരാത്ത്, നോബിൻ തച്ചേലിക്കര എന്നിവർ പ്രസംഗിച്ചു. ധാർമ്മിക സമരത്തിന്റെ നായകൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ സിനോയ് സുബ്രഹ്മണ്യൻ, പ്രിയപ്പെട്ട യൂത്ത്, നമുക്കറിയാം ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ചുകൾ നടക്കുകയാണ്. രാഹുൽ ഗാന്ധി നടത്തിയ 1300 കിലോമീറ്റർ ദൂരം ബീഹാറിൽ അദ്ദേഹം സഞ്ചരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഈ പത്രങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ചാനലിലൂടെയും ഒക്കെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ 3ാമത്തെ യാത്രയാണ് ഈ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്ര ഇന്നലെ സമാപിച്ചു. നാളെ അതിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അതിന് മുന്നോടിയായി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ചാണ് ഇന്ന് ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സാഹചര്യവും അതിനുണ്ടാക്കിയ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ മുഴുവൻ കള്ളവോട്ടിലൂടെയും, അതായത് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഈ രാജ്യത്ത് നിന്നല്ല ഈ ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഒരാൾക്കും നടത്താൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ രീതിയിൽ ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടുകളെക്കുറിച്ച് കൃത്യമായി എടുത്ത് അതിൽ നടത്തി കള്ളവോട്ടുകളെ കൃത്യമായി കാണിച്ച്. നെട്ടിശ്ശേരി യൂണിറ്റി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജെയിംസ് ചിറ്റിലപ്പള്ളി സ്വാഗതവും സുരേന്ദ്രൻ നായരങ്ങാടി നന്ദിയും അറിയിച്ചു. അസോസിയേഷനിലെ ഏറ്റവും പ്രായം ചെന്ന ചെറിയൻ ചാലശ്ശേരിയെ ആദരിച്ചു. അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടിയും ഓണസദ്യയും നടന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് ഭാരവാഹികൾ തീരുമാനിച്ചു. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷം വരെ കാലാവധിയുള്ള റീജിയണൽ ഫെസിലിറ്റേഷൻ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് മെഡിസിനൽ പ്ലാന്റ് ഗവേഷണ പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സെപ്റ്റംബർ 15 രാവിലെ 10 മണിക്ക് KFRAയുടെ പീച്ചിയിലുള്ള ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487269010 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തെക്കുംപാടം റോഡിൽ റീസ്റ്റോറേഷൻ പ്രവർത്തികൾ ആരംഭിച്ചു. ജൽജീവൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച് റീസ്റ്റോറേഷൻ നടത്താത്തത് മൂലം മുടങ്ങിക്കിടന്ന തെക്കുംപാടം റോഡിന്റെ ലെവൽസ് എടുക്കുന്ന പ്രവർത്തികൾ തുടങ്ങി. ഓണം കഴിഞ്ഞാൽ പൈപ്പ് ഇട്ട ഭാഗങ്ങളിൽ 1 അടി ആഴത്തിൽ മെറ്റലിട്ട് ബലപ്പെടുത്തും. പാണഞ്ചേരി പഞ്ചായത്ത് അംഗം അനീഷ് മേക്കര, PMGSY അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ, ഓവർസിയർ രേഷ്മ, സൈറ്റ് എഞ്ചിനീയർ അരുൺ, ഭാരതീയ ജനതാ പാർട്ടി അംഗം ബിജു കൊല്ലമറ്റം എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗം അനീഷ് മേക്കര കെ രാജൻ MLAയുടെ ഓഫീസിന് മുന്നിൽ നിരാഹാരമിരുന്നതും 1000 കുടുംബങ്ങളിൽ ദീപം തെളിയിക്കൽ സമരം നടത്തിയതും വലിയ വാർത്തയായിരുന്നു. റീസ്റ്റോറേഷൻ പ്രവൃത്തി നടത്താത്തത് മൂലം കരാറുകാരൻ പണി ഇട്ടിട്ടു പോയിട്ടും റോഡ് ടാറിംഗ് ചെയ്യുന്നതിനുള്ള പുതിയ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാത്തത്
വീണ്ടും വൈകാൻ ഇടവരുമെന്നും മിനിസ്റ്റർ അടിയന്തരമായി ഇടപെടണമെന്നും വാർഡ് മെമ്പർ അനീഷ് മേക്കര പറഞ്ഞു. യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ വനിതാ സഭയുടെ നേതൃത്വത്തിൽ ഓണം ഫെയർ 2025 ജില്ലാ ഓഫീസിന് മുൻപിൽ യോഗക്ഷേമ സഭ സെക്രട്ടറി ദേവൻ കരേക്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ പ്രസിഡന്റ് ഇന്ദു കുരിശാരുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി സുധ അനന്ത ശർമ്മ സ്വാഗതവും ലത അജിത് നന്ദിയും അറിയിച്ചു. ആദ്യ വിൽപ്പന മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഞ്ജലി വേണാട്, തൃശൂർ ഉപസഭാ പ്രസിഡന്റ് ചെമ്പൂക്കാവ് നാരായണൻ നമ്പൂതിരിക്ക് നൽകി നിർവഹിച്ചു. വനിതാ സഭാ ഭാരവാഹികളോടൊപ്പം മാതൃസഭാ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ശശിധരൻ നമ്പൂതിരി, ഹരിമൂസ്, പാർവതിക്കുട്ടി ടീച്ചർ, ശാന്തകുമാരി എന്നിവരും പങ്കെടുത്തു. നാഗലശ്ശേരി ITIയിൽ സ്പോട്ട് അഡ്മിഷൻ. പാലക്കാട് വെള്ളിയാങ്കല്ലിലുള്ള നാഗലശ്ശേരി ഗവൺമെന്റ് ITIയിൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ. സെപ്റ്റംബർ 20 വരെ പ്രവേശനമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9746715651 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. വാർത്തകൾ തുടരുന്നു. മോഷണക്കേസിൽ 47 ക്രിമിനൽ കേസിൽ പ്രതിയായ അങ്കമാലി പോലീസ് സ്റ്റേഷൻ റൌഡികളായ 5 പേർ റിമാൻഡിലേക്ക്. അങ്കമാലി കറുകുറ്റി സ്വദേശി അമ്പാടൻ വീട്ടിൽ ജോജോ, കുഞ്ഞിരാമൻ വീട്ടിൽ സുജിത്ത്, ആലുങ്ങപ്പറമ്പിൽ അഖിൽ, വളവഴി പാലമറ്റം ആഷിഖ്, കറുകുറ്റി പേരാട് വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, SIമാരായ ഷാജു, റെജിമോൻ, ജോയ്, GASIമാരായ നാഗേഷ്, ഷിജോ, ഷീബ, CPUമാരായ ജാൻസി, ശ്രീജിത്ത്, മീര, ജിതിൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ അടിപിടി കേസിൽ പ്രതിയായ സോജിത്ത് റിമാൻഡിൽ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജു, SI അഭിലാഷ്, ASI വിപിൻ, GSCPUമാരായ സുനിൽകുമാർ, ജ്യോതിഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ സുഹൈൽ എന്നറിയപ്പെടുന്ന സിജിൽ രാജ് റിമാൻഡിൽ. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ എബിൻ CN, GASI സജയൻ, CPUമാരായ അലി, അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മദ്യലഹരിയിൽ ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ ഗണേശ വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തിയ പ്രതി റിമാൻഡിൽ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ASI സുധീഷ് ബാബു, സിവിൽ പോലീസ് ഓഫീസർ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ. കുപ്രസിദ്ധ ഗുണ്ട ബിൻഷാദ് ഗ്യാങ്ങിലെ 2 പേർ പിടിയിലായി. പിടിയിലായവർ 6 ക്രിമിനൽ കേസുകളെ പ്രതികളാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO സരിൻ AS, SI അഫ്സൽ, GSIമാരായ കൊച്ചുമോൻ, രതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കുപ്രസിദ്ധ ഗുണ്ടയും കൊലപാതക കേസിലും 5 വധശ്രമ കേസിലും ഉൾപ്പെട്ട താറാവ് സണ്ണിയെ കാപ്പ ചുമത്തി നാടുകടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO ഷാജൻ, SI സുബിന്ദർ,
GASI ജ്യോതിഷ് കുമാർ എന്നിവർ കാപ്പ ചുമത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. കല്ലുംകൂട്ടം തെക്കേത്തല വീട്ടിൽ മാത്യു മകൻ ജോസ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 3 മണിക്ക് മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. വത്സയാണ് ഭാര്യ. ജിൻസി, ജിക്സൺ എന്നിവർ മക്കളും മാണി, ടീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുൻപ് നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പുത്തൂർ പഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. BJP തൃശൂർ സിറ്റി ഓണപ്പെരുമ 2025 പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വെട്ടുക്കാട് സെന്റ് ജോസഫ് പള്ളിയുടെ പുത്തൻകാട് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ പെൻഷനും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.